SDP യോഗം ജനറൽ സെക്രട്ടറിയുടെ അങ്ങനെ ഒരു അഭിപ്രായം ഇന്നലെ ഞാൻ ചാനലിൽ കൂടെ കേട്ടു. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. NSSുമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന് സഹകരിച്ചു പോകണമെന്ന് അദ്ദേഹവും SNDPയും ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചു കേട്ടത്. NSSും അതിന് താല്പര്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു. NSSിൻ്റെ നേതൃത്വവുമായി ആലോചിച്ച് അതിനനുകൂലമായൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഈ ഐക്യം ആവശ്യമാണ് എന്ന്, സംഘടനാപരമായും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എന്താണ് ഈ ഒരു കാലഘട്ടം, എന്താണ് പ്രത്യേകതയെ കാണുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യം വേണമെന്നൊരു തോന്നുന്നു, സംഘടനാപരമായി അടക്കം തോന്നുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? രാഷ്ട്രീയ സാഹചര്യമാണോ? എന്താണ്? രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല. NSS ഐക്യത്തിന് പോകുന്നത് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം, അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നത് ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുമ്പ് സംഭരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു. ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള തരത്തിൽ, അതായത് ഇത് പ്രധാനമായിട്ടും എല്ലാ മതവിഭാഗങ്ങളോടും ഒരേ സമീപനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഒരേ സമീപനത്തിലും, അതാണ് അടിസ്ഥാന മൂല്യങ്ങൾ പ്രധാനം. സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്നും ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നതിനും അതിനുവേണ്ടി ബാധിക്കുന്നതിനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് NSS അങ്ങനെ ഒരു ഐക്യം ആഗ്രഹിക്കുന്നത്. അല്ല, രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരത്തിൽ നിന്ന് തന്നെയാണ്, എല്ലാ സമുദായങ്ങളോടും സമദൂരത്തിൽ നിന്നാണ്. പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായാലും അതിനെ വിമർശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് NSS ഇങ്ങനൊരു ഐക്യം ആഗ്രഹിക്കുന്നത്. ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. NSS നേതൃത്വത്തിൻ്റെ തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ആവശ്യം. ഒന്നുമല്ല, സംവരണത്തിന്റെ പ്രശ്നമാണ്. ഏത് ഐക്യത്തിന്റെ? മുസ്ലിം ലീഗാണ് ഈ SNDP ഐക്യത്തിന് തടസ്സം നിന്നതാണ്. അല്ലല്ല, അത് ഒന്നുമല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഒന്നുമല്ല, അത് സംവരണ വിഷയമായിരുന്നു അതിനുള്ള കാരണം. NSSനും SNDPക്കും അപ്പുറം മറ്റ് ഹൈന്ദവ സമുദായങ്ങളെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു നീക്കമാകും. അത് ആലോചന ഇല്ലല്ലോ, ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങൾ തയ്യാറാണ് എന്ന്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. മറ്റു സമുദായങ്ങളെ യോജിപ്പിക്കുന്നത് അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് വരുമ്പോഴാണ് അത് ആലോചിക്കുന്നത്. അന്നേരം അതിനെപ്പറ്റി ഉള്ള അഭിപ്രായം NSS പറയാം. വിഷയത്തിലും ഈ നിലപാട് ഒരു മാറ്റം ഉണ്ടാവും. അല്ല, സംവരണത്തിനൊരു ഏതാണ്ട് ഒരു തീരുമാനം ആയി ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നം തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെച്ചാണേലും ഐക്യം ആവശ്യമാണ്.
സാറ് നേരത്തെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഈ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് മതി എന്നുള്ള ചിന്തയുമായാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു പത്രത്തിന് നേരത്തെ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം ഇപ്പോഴുണ്ടോ? എന്താണ്? അല്ല, അവരത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണു. എന്തിനാ അങ്ങതേ പോയ എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അത് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഞങ്ങളിപ്പം NSS SNDP ഐക്യത്തെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ലീഗാണ് SNDPയും NSSനെയും തമ്മിൽ ഭിന്നിപ്പിച്ചതെന്നാണ് വെള്ളാപ്പള്ളി. അത് ശരിയല്ല. അതിന് പ്രധാന ഘടകമായി സംവരണമാണ്. അപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ വേറൊരു മറുഭാഗത്ത് നിന്ന് ശക്തമായി നിൽക്കുന്ന ലീഗ്, അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു. പ്രതിപക്ഷ നേതാവ് ഇന്നും ഈ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യം മാത്രം. സമുദായ സംഘടനകളെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി? പറയുന്നൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമാണ് അദ്ദേഹത്തിന് എന്നല്ലേ അതിന് മനസ്സിലാക്കുന്നത്. പല തവണയായി മുസ്ലിം വിരുദ്ധമായ പരാമർശം നടത്തുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് ഒറുകണം. അതാണ് അതിൻ്റെ ശരി. അദ്ദേഹം പ്രായമായത് സാഹചര്യത്തിൽ പലപ്പോഴും അധികാരികളുള്ള അത് നമ്മൾ അത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യമല്ലേ ഇത്. അവരിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെട്ടുണ്ട്. അവർ ചാനലിൽ കൂടെ പറഞ്ഞു അവർ 21-ാം തീയതി കൂടി ആലോചിക്കും പറഞ്ഞു. അതിനുശേഷം NSSുമായിട്ട് ഈ ആശയപരമായിട്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. NSSും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നും. SNDP NSS ആയിരിക്കും. എന്തോ യോജിച്ചു പോകുന്ന ആശയം NSSന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം SNDP യോഗത്തിനാണല്ലോ മുന്നോട്ട് വെച്ചത്. NSSന്റെ മനസ്സിൽ അങ്ങനെ ആശയം ഉണ്ടായിരുന്നോ? ആശയം ഉണ്ടായിരുന്നു. ഈ ആശയം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയവുമില്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരുമായിട്ട് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ആശയം വന്നത് ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു. SNDP ആയിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു. സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ എതിർപ്പില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമുദായമാകെ അവഗണിക്കപ്പെടുന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ ഈ SNDPക്ക്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞങ്ങൾ പാർലമെന്ററി മോഹമൊന്നും ഇല്ലാത്ത ആളുകൾ. പാർലമെന്ററി അല്ല സാറേ, അംഗങ്ങൾക്ക് സമുദായ അംഗങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനത്തെ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരുമിച്ച് നിന്നൊരു ശക്തിയായി മാറണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായി പറയുമ്പോൾ
അത്തരമൊരു ഒന്നിച്ച് നിന്നാലേ കൂടുതൽ അത് യുദ്ധം ശക്തമാകും. ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഒരുമിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ ചില കാര്യങ്ങളിൽ ഞങ്ങളുടേതായ മൂല്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അവരുമായി സഹോദര ബുദ്ധിയ നമ്മൾ സഹകരിക്കുക എന്നുള്ളത്, യോജിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ഇടപെടുക ന്യായമായ എന്നാണെങ്കിൽ അതിന് ഈ വർഗീയതയോ മറ്റതുപോലെ രാഷ്ട്രീയമോ ഒന്നും ബാധകമാകാൻ പാടില്ല. ഏതെങ്കിലും ഈ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ലക്ഷ്യമായി പിന്തുണ ഈ ഐക്യത്തിന് പിന്തുണക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയം? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ പിന്തുണയോ ഈ ഐക്യത്തിന് പിന്നിലുണ്ടോ? അതൊന്നും ഗതികേടൊന്നും ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നേതാക്കളെയും ആ തരത്തിൽ കാണുന്നുമില്ല. അത് ആണുങ്ങളുണ്ടായിരുന്നു പണ്ട് എല്ലാ പാർട്ടിയും. സാർ ഈ നിരന്തരമായി പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ ഒരു മാധ്യമം പറഞ്ഞു രമേശ് ചെന്നിത്തല അതിൻ്റെ പിന്നിലാണ്. രമേശ് ചെന്നിത്തല ഇവിടെ കയറിയിട്ട് അത്ര നാളായി. രമേശ് ചെന്നിത്തല ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. അത് അവിടെ ഒന്നും ആവശ്യമില്ല. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും അതിന് കുറെ നാളുകളായി മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധവും നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞല്ലോ സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? മുഴുവനാകുമോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് NSS യോഗം ചേരാൻ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുക നമ്മുടെ അല്ല, അത് തീരുമാനിച്ചില്ല. ഞാൻ ഇപ്പം അത് ഇതിൻ്റെ അറിയട്ടെ. അദ്ദേഹം 21-ാം തീയതി ചേർന്ന് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യപ്പെടുകയോ ചെയ്യട്ടെ. ചാനലിൽ കൂടെ ഉണ്ടായതല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനം വരുന്നു. അത് രാഷ്ട്രീയം കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാണ്. ഇല്ല, സമദൂരമാണ് നമ്മൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരമാണ്. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരമാണ്. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നു. ഞങ്ങളാരും ഒന്നിനും പോകത്തൊന്നുമില്ല. ഈ സതീശനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത്. ആ സതീശൻ വിഷയത്തിലാണ്. അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ? കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് NSSഉം SNDP നേതൃത്വവും ഒരുമിക്കാൻ ഒരേ തരത്തിൽ സതീശനെതിരെ വിമർശനം ഉന്നയിക്കും. കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യം ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. കാറിൽ കയറ്റിയ വിവാദമാണല്ലോ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയത്. ഇന്നലെ തങ്ങൾ അത് ഫോണിലൂടെ പ്രതികരിച്ചു. അതൊക്കെ വളരെ ബാലിശമാണ് സാർ. കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാറിൽ ഈ പറയുന്നത് ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാണ് ഇത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും കാറില്ലാത്തവനെ ആക്ഷേപിക്കാൻ പറ്റും. സതീശനെ ഇങ്ങനെ അഴിച്ചുവിട്ടാലപ്പോ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലടക്കം അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഓരോ തവണയും പറവൂരിൽ സതീശന്റെ ഭൂരിപക്ഷം കൂടുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണോ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിലിട്ട് അവിടെ ഇല്ല, കസേരയുടെ അടുത്ത് നിന്ന് ഇത് NSSന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ഉണ്ടായിരുന്ന ആളെ. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂറോടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ്
ഇത് സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് കിണർ ഇറങ്ങരുതെന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ വന്നതാണോ? എന്താ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശൻ ഇവിടെ വന്നു എന്നാണോ സാർ പറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അത് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കുകയല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല എന്ന് സാർ പറയുന്നതിന് കാരണം. എന്നല്ലേ എൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഞാൻ പറയണം, അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. എന്താ നിരങ്ങരുത് എന്നുള്ളത് അപ്പുറത്തേക്ക് പിന്നേലും വന്ന് ഇരുന്നതേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ആയിരിക്കും. അതെ, ഇവിടെ നിറങ്ങിയില്ല. ആ ആള് പോയി നിറങ്ങുക, ഓരോരുത്തർക്കും പോയി നിറങ്ങുക ഇപ്പോൾ. എന്നിട്ട് പറഞ്ഞോളൂ, ഞാൻ ഐക്യം, ഇവിടെ ഐക്യം, വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതിൽ ഇപ്പം നന്നായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. സാറേ, താക്കോൽ സ്ഥാനത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉയർത്തിയിട്ട് UDF മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത് വാങ്ങിച്ചെടുത്തതാണ്. അത്തരം ഒരു സമ്മർദ്ദമൊന്നും ഇപ്പോൾ LDF സർക്കാരിന്റെ മേൽ പറ്റുന്നില്ല. നടക്കത്തില്ലെന്നൊന്നുമല്ല, ഞങ്ങൾ നടത്തുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയാം. ഞങ്ങളെ അങ്ങനെ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ ഇവരുടെ ആരുടെ ഒന്നും പുറകെ പോയിട്ടില്ല ഒരു സ്ഥാനത്തിലും. ഈ ഭരണസംഘം 10 വർഷമായില്ലേ പോയിട്ടില്ല. പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉള്ളൂ? അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആരെയില്ല. അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ്? രമേശ് ചെന്നിത്തല അവിടുത്തെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് എന്നാ കിട്ടാനാണ്? അതൊന്നും ഞാൻ അവരാരും യോഗ്യരല്ല. ഇപ്പൊ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. എന്താ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിന്റെ ഫലം അനുഭവിക്കും. അഹങ്കാരം മനുഷ്യന് വേണം. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ളത് നല്ലതെന്ന് വിചാരിച്ചോ. എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഇലക്ഷന് ഇപ്പം പറയുന്നു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു, LDF ആണെങ്കിൽ LDF വളരെ പിന്നിലാണെന്ന് പറയുന്നു. ഒരു സ്പാർക്ക് മതി. അറിയാം, 24 മണിക്കൂറിന് മുമ്പ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഇലക്ഷൻ്റെ ട്രെൻഡ് മാറും. അതിന് എത്ര തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കോൺഗ്രസ് ഒന്നോ കമ്മ്യൂണിസ്റ്റ് ഒന്നും പറയാനൊക്കത്തില്ല. അല്ല, അത് നേട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണോ? തദ്ദേശ സ്വയംഭരണത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ അയലോക്കത്തുകാരൻ ഒരാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് വോട്ട് ചോദിച്ചാൽ അപ്പുറത്ത് വല്ല ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ ഓടി വരാൻ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയമില്ല. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ പിടിച്ചതും സമാനം തന്നെയാണോ? അതോ അതിലൊരു രാഷ്ട്രീയം ഉണ്ടോ? BJPയുടെ ഒരു മുന്നേറ്റം? BJPയുടെ അവിടുത്തെ വളർച്ച, അവിടുത്തെ ആളുകൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഹൈന്ദവ സംഘടനകളുടെ ഒരു ഏകീകരണം അത് BJPക്ക് അനുകൂലമായി എന്നൊരു രാഷ്ട്രീയ വിലയിരുത്തൽ അവരും ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അപ്പൊ അതൊരു അത്തരത്തിലുള്ള ഹൈന്ദവ ഏകീകരണം പൊളിറ്റിക്കലി BJP അനുകൂല നിലപാടിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ഹൈന്ദവരുടെ എല്ലാം കുത്തകയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഒന്നുമല്ല, ഹൈന്ദവ സംഘടനയിൽ ഇതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട്. അവരെല്ലാം സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരാണ്. അവരിൽ BJPക്കാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, കമ്മ്യൂണിസ്റ്റുകാർ കാണും. അതിനൊരു സംശയമില്ല.
ഈ BJP സമീപകാലത്ത് സാർ ഈ വികസിത കേരളം എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രചരണം. അതായത് മറ്റ് മതം, രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു അജണ്ടയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് കേരളത്തിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചു നോക്കുകയാണ്. ഹിന്ദുക്കളെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൽ ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞല്ലോ. അവരുടെ നേതാവ്, ഒരു പഴയ നേതാവ് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, യോജിക്കൊന്നും ഇഷ്ടപ്പെടുത്തേക്ക്. ഹിന്ദു ഐക്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ SNDP എന്നതും കൂടി യോജിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയാൻ കഴിയും? ആരെ അല്ല, അതിനെ പറ്റി നമുക്കറിയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ബന്ധം എന്നാണ് അതൊന്നും നമുക്ക് പറയാം. അറിയാൻ മേല നമ്മളത് പറയുന്നത് ശരിയല്ല. യോഗം ചേർന്നാൽ ഏത് തരത്തിലായിരിക്കും അതിനൊരു ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവും? ഏതൊക്കെ തരത്തിൽ ചേരണം എന്ന കാര്യങ്ങളിലൊരു സംവിധാനം ഉണ്ടാവില്ല. ഈ SNDP NSS ഐക്യം ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും അവർ ഐക്യം ഉണ്ടാവുക? അതായത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിലപാടുകളിൽ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. ഒരു മതത്തിനോട് ഞങ്ങൾക്കെതിരല്ല, ഒരു സമുദായത്തിനോട് എതിരല്ല. എല്ലാവരോടും സഹകരിച്ചു പോകണം, ജനാധിപത്യം നിലനിൽക്കണം. അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, എല്ലാവരോടും ഒരു സമദൂരം തന്നെ. ഇതൊക്കെ അതിന് വിരോധം വരുന്ന, അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കും. പണ്ട് വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. സമുദായ ആചാര്യനും ശങ്കർ തമ്മിൽ നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്തൊരു ഐക്യം ഉണ്ടായിരുന്നു. 58 വിമോചന സമരത്തിന് സമയത്ത് ചേർന്നു. ഏറ്റവും കൂടുതൽ 2012 ഒന്ന് ചേർന്നു. പക്ഷെ ഇതൊന്നും അധികം നാൾ നീണ്ടുപോകുന്ന കണ്ടിട്ടില്ല. അതൊക്കെ അന്ന് ഈ പ്രശ്നങ്ങൾ, ഈ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സംഭരണ വിഷയവും അങ്ങനെയുള്ള കാരണങ്ങളായിരുന്നു. സെക്രട്ടറി, നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ക്യാമ്പയിനാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിൽ മുസ്ലിം വിഭാഗം ഉൾപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്. എനിക്കറിയാൻ വരെ ഏതാണ്ടാണ്. ഞാനിപ്പോൾ ഈ രണ്ട് കാര്യത്തെ പറ്റി പറയുന്നത് NSSും SNDPയും തമ്മിൽ സഹകരിച്ചു പോകുന്നത് തെറ്റില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ വിലകഴിച്ചുകൊണ്ടുള്ള സഹകരണമൊന്നും ഇല്ല. ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നോളാം, അങ്ങനെയാണ്. ഇതിനോടൊക്കെ സഹകരിച്ച് പോകാനാണ് ഐക്യത്തോടെ പോകാൻ. വേറെ നിറച്ച് കിട്ടിയും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോട്ടെ. സംസ്ഥാനത്ത് മറ്റ് ജനവിഭാഗങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ സമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത് മറ്റു വിഭാഗങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊക്കെയാണ് ഇത്തരത്തിൽ നമ്മളൊരു ഏകീകരണത്തിലേക്കും കാലഘട്ടത്തിന്റെ അനിവാര്യതയിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം, ഒരു ജീവിത ഭീഷണിയായിട്ട് നിലപാട് എല്ലാ മതവിഭാഗങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ പറയാൻ കാണും. ഹിന്ദുവിന് മാത്രം അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കുന്നു. ഹിന്ദുവിനുണ്ട്, അതുപോലെ ക്രിസ്ത്യാനിക്കും ഉണ്ട്, അതുപോലെ മുസ്ലിമിനും ഉണ്ട്. ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം എനിക്ക് മനസ്സിലായില്ല എന്താണ്. അവർക്ക് ഹിന്ദുവിന് റേഷൻ കൊടുക്കത്തില്ല, മുസ്ലിമിന് മാത്രമേ റേഷൻ കൊടുക്കുകയുള്ളൂ. ആണോ? അങ്ങനെയാണോ ഇതിലൂടെ നടക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അവരവരുടേതായ ഇത് ചില പാളിച്ചകളുണ്ട് എല്ലാം പറയാൻ.
ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഐക്യത്തിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് ഇടയിൽ ഒരു ഐക്യത്തിന്റെ കുറവ് ആ ഉള്ളതായി തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓരോ മതവിഭാഗങ്ങൾ, ഓരോ സമുദായങ്ങൾ അവർ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ കാണും. അതിൻ്റെ ജയങ്ങളോ പരാജയങ്ങളോ ഒക്കെ അവർക്കുണ്ടാകുമെന്നുള്ളതല്ലാതെ ഒരു ഹൈന്ദവരിലെ ഒരു സമുദായങ്ങൾക്കും അങ്ങനെ പ്രത്യേകമായി എടുത്തു പറയാൻ. ഈ പിന്നോക്ക വിഭാഗത്തിൽ നിരവധി ഹൈന്ദവ സംഘടനകളുണ്ട്. അതൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഈ സമാനമായ നിലപാടാണോ? ആരോടും നമുക്കോ അല്ല, അവർക്ക് കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതാണല്ലോ സാമൂഹ്യ പ്രശ്നത്തിൽ ഞങ്ങൾ നിഷ്പക്ഷമായ അഭിപ്രായം പറയും. അത് രാഷ്ട്രീയമൊന്നും നോക്കത്തില്ല. അവരിലെ പാവങ്ങൾക്ക് കിട്ടേണ്ടത് അപഹരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ പറയും. മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. പാവങ്ങൾക്കും അത് കിട്ടണം. ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മർദ്ദം എന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ഒരു കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ, അതിന് തടയിടാനെന്ന നിലയിലാണോ ഇപ്പോൾ ഈ നിലയ്ക്ക് ഒരു ഹൈന്ദവ സംഘടന? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഞങ്ങളെ പറഞ്ഞല്ലോ, ഞങ്ങൾ അടിസ്ഥാന മൂല്യങ്ങൾ കളഞ്ഞിട്ടൊന്നും ഒരു ഐക്യത്തിനും ഇല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ NSSമായിട്ട് ഇത്രയും അകന്നതെന്നും ഇപ്പം അടുത്ത് നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരു ഐക്യം ആഗ്രഹിക്കുന്നു, ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ സതീശൻ മാത്രമാണ് ഇങ്ങനെ വന്ന് വോട്ട് ചോദിച്ച് ഇവിടുത്തെ വോട്ട് മേടിച്ച് എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്. ഏതായാലും നേതാവാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ തള്ളി പറയുന്നത് ഇത്ര ആക്ഷേപിച്ചത് ഒരു നേതാവ് അയാൾ മാത്രമേ NSSനെ ആക്ഷേപിച്ചു. NSSനെ മാത്രമല്ല, എല്ലാ സമുദായങ്ങളെയും. പറയാനുള്ളത് പറയും. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റോട്ടെ എന്നാണ് സതീശൻ ഇന്നും പറഞ്ഞത്. അല്ലെ, ഇപ്പോഴല്ലേ പറയുന്നത്? ഇപ്പൊ എന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ചെന്ന് കയറുന്നു. അപ്പൊ പറച്ചിലും പ്രവൃത്തിയായിട്ട് ഇതില്ലെന്ന് അയാളുടെ നേതാവാണ്. പറഞ്ഞിട്ട് നീക്കണ്ടേ? ഞങ്ങൾ അന്ന് മുതൽ അയാളോട് ഈ സമീപനം തന്നെ. അല്ലാതെ അയാൾ മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇനി അദ്ദേഹം വന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമോ? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമോ? എന്തോ കേട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശൻ വരികയാണെങ്കിൽ, NSS ആസ്ഥാനത്ത് വരികയാണെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമോ? അവസരം നൽകുമെന്ന് ഇവിടെ വരാനും ആരോ ഇവിടെ ആരെല്ലാം വന്നേച്ച് പോകുന്നു. ഇപ്പൊ വന്നല്ലോ ഇവിടെ. ഇതിനിടയിൽ 1-2 പ്രാവശ്യം വന്നു. ചാടിക്കരി വന്നു. ഇവിടുത്തെ ബിഷപ്പ് ജമീനി, KC വേണുഗോപാലും ഇയാളും കൂടെ വന്നേച്ച് പറഞ്ഞതിലായി കാപ്പി കുടിച്ചേച്ചേ പോകുന്നു. കാപ്പി കുടിച്ചിട്ടാ പോയത്. കഴിഞ്ഞ തവണ ചെയ്ത പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഹായം വി ഡി സതീശന് നൽകുമോ? അത് ജനങ്ങൾ കൊടുത്തോളും. ഞങ്ങൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. അവര് വി ഡി സതീശന് വോട്ട് ചെയ്യുന്നവർ വി ഡി സതീശന് വോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയാണ്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്നൊന്നും വിചാരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് വേണ്ടപ്പോൾ ചെയ്തോളും. പിന്നെ നമ്മൾ കയറി ഉപദേശിച്ചിട്ടും ഈ ബഹളം വെച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. പൊതുപ്രവർത്തകരാകുമ്പോൾ എല്ലാ സഭാ മതവിഭാഗ നേതാക്കളെ കാണുന്നതിൻ്റെ അകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അവര് വരുമ്പോൾ അവർ നമ്മൾക്ക് ഒരു കീഴ്പ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അവർ നമുക്ക് വിധേയപ്പെടണമെന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. ആരെ നിശ്ചയിച്ചു? ഇപ്പൊ ആരോട് ചോദിച്ചല്ലോ, എല്ലാവർക്കും വരണം. ആരെങ്കിലും നിശ്ചയിച്ചോ? പറ. ഞങ്ങൾ ആരെങ്കിലും നിശ്ചയിച്ചോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ചോദിച്ചോ. എന്ത് ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി വന്നില്ലേ? സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിൽ കാല് കുത്തിയിട്ടില്ലാത്ത
അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലേ? അച്യുതാനന്ദൻ അല്ലേ എന്നല്ലേ അച്യുതാനന്ദൻ എന്ന് അവിടെ പോയത് പോലെ അതെ, അച്യുതാനന്ദൻ രമയെ കാണാൻ പോയ പോലെയാണ് അദ്ദേഹം അന്ന് ഇവിടെ വരുന്നത്. സാറേ, ബഡ്ജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിലാണ് ഗേറ്റിൻ്റെ അവിടെ വന്നത്. ഈ സമാധി മണ്ഡപം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ട് അത് അടച്ചിട്ട് നേരെ ഹാളിലോട്ട് ഞങ്ങൾ പോവാ പതിവ്. അവിടെ ചെന്നപ്പോൾ അടച്ചിട്ടിരുന്നു. സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിച്ചു. അയാൾ സെക്യൂരിറ്റിയെ വിളിച്ച് എനിക്കൊന്ന് ആ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി അവിടെ വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചത് ഇങ്ങനെ വന്നിരിക്കുന്നു, ഇന്നാർ വന്നിരിക്കുന്നു, ഇങ്ങനെ ആവശ്യപ്പെടുന്നു, നിങ്ങളത് തുറന്നു കൊടുത്തു, പുഷ്പാർച്ചനയ്ക്കുള്ള സൗകര്യം കൊടുത്താലേ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ഹാളിനകത്ത് കയറി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് പണിയാണ് സാർ? എവിടെയെങ്കിലും നടക്കുമോ? ഒരു സംഘടന അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ അതിൻ്റെ അർത്ഥം? തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാൻ പറ്റില്ല. അവിടെ വന്നു ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോയില്ല. വെളിയിൽ ഇറങ്ങിയ ചങ്ങയിൽ പറഞ്ഞു ഞാൻ ചോദിക്കാതാ വന്നത്, അതുകൊണ്ട് ഇനി ഒരു ദിവസം ചോദിച്ചിട്ട് ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ പിടിക്കണം. അങ്ങനെ ഇത് രണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വന്നിച്ച് പറഞ്ഞു അതല്ല, ഇത് നമുക്കൊരു ഇഷ്യൂ ആക്കണം, തടഞ്ഞു എന്ന് പറയണമെന്നൊക്കെ. ആദ്യം അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു BJP മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രിയാണ്. തിരിച്ചാക്കി. അത് കഴിഞ്ഞപ്പോൾ ഈർക്കും പറയേണ്ടതായിട്ട് വന്നു. അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ പോയത് എൻ്റെ ഗതികേടാണ് എന്ന് പറയുന്നത്. ഇനി ആരുടെ ആവാറില്ല പറഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും സുരേഷ് ഗോപി വിളിച്ചിട്ട് വന്നിട്ടുണ്ടോ? അല്ല, വിളിക്കാതെ വന്നു. അതിനുശേഷം അതെ, വിളിക്കാതെ വന്നു. അപ്പം ഞാൻ അന്നൊക്കെ സ്വീകരിച്ചു, ഒരു സംശയമില്ല. ഇത് മീറ്റിങ്ങിൽ വന്നത് കൊണ്ടാണ് നമുക്കതിനകത്ത്, അല്ലാതെ അദ്ദേഹം ഇവിടെ കയറാത്തത് കൊണ്ടൊന്നുമല്ല. അത് ശരിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്.